1991 പോലും ബി ജെ പി ജയത്തിന് വളരെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 താഴെ വോട്ടിനാണ് അന്ന് ബി ജെ പിക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത്. അന്ന് മുതലേ മഞ്ചേശ്വരമാണ് ശരിക്കും ബി ജെ പിക്ക് കേരളത്തിലെ ഒരു നമ്പർ 1 മണ്ഡലം. യഥാർത്ഥത്തിൽ നമ്മളതിൻ്റെ വോട്ട് കണക്ക് മുഴുവൻ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ബാബു പരാജയപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ബാർക്കോഴ വിവാദത്തിൻ്റെ എല്ലാം ഉണ്ടായിട്ട് 4500 വോട്ടിന് തോന്നും. അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കെ എൻ ഉണ്ണികൃഷ്ണനെതിരെ കഴിഞ്ഞ തവണ വൈപ്പിനിൽ പോയി മത്സരിച്ച് പരാജയപ്പെട്ടത് ഇതേ ദീപക് ജോയിയാണ്. അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച 2 പേരും മണ്ഡലം മാറി മത്സരിക്കുന്നത് വേറൊരു പ്രത്യേകതയും കൂടി ഇത്തവണയാണ്. താമര ചിഹ്നത്തിൽ ബി ജെ പിയുടെ ഒരു പ്രധാന സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഒരു ത്രികോണ മത്സരമായി എന്ത് നടക്കാവുന്ന ഒരു മണ്ഡലമായി മാറിയേക്കാമായിരുന്നു. മുകേഷിന്റെ വരവോടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ ബാറ്റില്ല. മൂന്നാമതൊരു തോൽവി എന്ന് പറഞ്ഞാൽ അവരെ രാഷ്ട്രീയത്തിൽ ഇനി ഒരു ചാൻസ് അവർക്ക് കിട്ടണമെന്നില്ല. കാരണം ഒരേ മണ്ഡലത്തിൽ 2 തവണ ചാൻസ് കിട്ടി. 21 മഞ്ചേശ്വരം ഏതാണ്ട് 745 വോട്ടിനാണ് സുരേന്ദ്രന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് വോട്ടിംഗ് നന്നായി നടക്കുന്നൊരു മണ്ഡലമാണ്. കാരണം കാസർഗോഡ് മഞ്ചേശ്വരത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ബി ജെ പി ജയിക്കരുത് എന്ന് കണ്ടിട്ട് ഒരു ക്രോസ് വോട്ടിംഗ് എപ്പോഴും നടക്കുന്ന മണ്ഡലമാണ്. പൊതു സ്വീകാര്യത വെച്ച് നോക്കുമ്പോഴും കടന്നപ്പള്ളിക്ക് ഏത് ഘടകകക്ഷി മന്ത്രിമാരെ പറഞ്ഞാൽ കടന്നപ്പള്ളിക്ക് പ്രത്യേകിച്ച് പിണറായി വിജയനും ഏറ്റവും അടുത്ത ബന്ധമുള്ള മന്ത്രിമാരിൽ ഒരാൾ. പത്മയ്ക്ക് ജയിക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ടൈം ഇതാണ്. പിന്നെ ബാക്കിയൊക്കെ ഈ പറഞ്ഞ ഒരു നെക്ക റേസ് അവിടെ വരും. കോൺഗ്രസിന് കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് എടുത്താലും ലോക്സഭയിൽ ആദ്യം ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പഴയ മുകുന്ദപുരം സീറ്റായിരുന്നു. ആ സീറ്റ് ആദ്യമായിട്ട് നഷ്ടപ്പെടുന്ന അവിടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുമ്പോഴാണ്.